നമസ്കാരം. ന്യൂസ് 4ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർകോഡ് ആരോപണത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. മദ്യനയ മാറ്റത്തിൽ മന്ത്രിതല ചർച്ച നടന്നെന്ന് വി ഡി സതീശൻ. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് വി മുരളീധരൻ. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമയുടെയും മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. കൊച്ചിയിലെ അവയവക്കടത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. കേസിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. കണ്ണൂരിലെ ഇടനിലക്കാരൻ ബെന്നിക്കെതിരെ ഇരയുടെ വെളിപ്പെടുത്തൽ. ബെന്നി 40 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് യുവതി 20 ലക്ഷം ആവശ്യപ്പെട്ടതായി ബെന്നി. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്. നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തകർ തമ്മിൽ തള്ളി. നിരവധി പേർക്ക് പരിക്ക്. റിപ്പോർട്ട് തേടി KPCC. സംഘർഷമുണ്ടായിട്ടില്ലെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യർ. എറണാകുളം പറവൂരിൽ ഒഴുക്കിൽപ്പെട്ട് 2 കുട്ടികൾ മരിച്ചു. മരിച്ചത് എളന്തിക്കര കൊടകര സ്വദേശികൾ. 3 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് തോട്ടിൽ കക്ക വാരുന്നതിനിടെ. കാസർഗോഡ് പീഡനക്കേസിൽ പ്രതിയുടെ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പ്രതിക്കെതിരെ വേറെയും പോക്സോ കേസുകൾ. പ്രതി സലീമിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. IPL-ൽ ഇന്ന് കലാശ പോരാട്ടം. കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്കിൽ. വിശദാംശങ്ങളിലേക്ക്. ബാർകോഴ കേസിൽ വിമർശനം കടുപ്പിച്ച പ്രതിപക്ഷം. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.